കലോത്സവ വേദി കീഴടക്കി ഗോത്ര കലകൾ. ഇരുള നൃത്തവും പണിയ നൃത്തവും ശ്രദ്ധേയമായി. കലോത്സവവേദി കീഴടക്കുകയായിരുന്നു ഗോത്രകലകൾ. അട്ടപ്പാടിയിലെയും തമിഴ്നാട്ടിലെയും ഇരുള ഗോത്രജനതയുടെ പരമ്പരാഗത കലാരൂപമായ ഇരുള നൃത്തവും വയനാട് ജില്ലയിലെ പണിയ വിഭാഗക്കാരുടെ തനത് കലാരൂപമായ പണിയ നൃത്തവുമാണ് കലോത്സവവേദിയിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. ഇരുള ഗോത്ര വിഭാഗക്കാരുടെ ജീവിതത്തോട് ഏറെ ഇഴയെടുപ്പുള്ള ആട്ടവും പാട്ടും കൊട്ടും ഇടചേർന്ന ഇരുള നൃത്തം ജനകീയ കലയായി സദസ്സ് ഏറ്റെടുത്തു. പരമ്പരാഗത വേഷങ്ങളണിഞ്ഞും പെറെ, ദവിൽ, ജാൽറ, കൊലാഗ് എന്നിവ കൊട്ടിയും തമിഴ് ചൊവ്വയുള്ള പ്രാചീന നാടോടി ഗാനങ്ങൾ പാടി മത്സരാർത്ഥികൾ നൃത്തം ചവിട്ടിയപ്പോൾ വേദിയൊന്നായ ടൗൺ ഹാളിലെ കലോത്സവ വേദിക്ക് പുതുതാളം പകർന്നു. നമ്മുടെ ആദിവാസികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ട്രൈബലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പണിയ നൃത്തവും ഇരുൾ നൃത്തവും നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ വർഷം തന്നെ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക കൗതുകം തന്നെയാണ്. നമ്മൾ ഈ ആദിവാസികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന പോലെയുള്ള ഒരു അനുഭവമാണ് നമുക്ക് തോന്നുന്നത്. തുടിയുടെ താളത്തിനൊത്ത് പാട്ടുപാടി വിശേഷ അവസരങ്ങളിലും ഒഴിവു സമയങ്ങളിലും പണിയ കുടിലുകളിൽ അവതരിപ്പിക്കുന്ന പണിയ നൃത്തം വട്ടക്കളി, കമ്പളിക്കളി എന്ന പേരുകളിലും അറിയപ്പെടുന്നു. പണിയ നൃത്തവും ഇരുള നൃത്തവും ആദ്യമായി കലോത്സവത്തിൽ മത്സര ഇനമായപ്പോൾ യൂട്യൂബിനെ ഗുരുവായി കണ്ട് പരിശീലനം നേടിയാണ് പല ടീമുകളും ഗോത്രകലകൾ അവതരിപ്പിച്ചത്. ആദ്യമായി കലോത്സവ വേദിയിലെത്തിയ ആദിവാസി ഗോത്രകലകൾ കാണാനായതിൻ്റെ സന്തോഷത്തിലും കൗതുകത്തിലും ആകാംക്ഷയിലുമായിരുന്നു കാണികളും അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം. ക്യാമറമാൻ ഷിബി പോട്ടോനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്.